ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. ഗൈസ്, അപ്പോൾ അങ്ങനെ തുടർച്ചയായ മൂന്നാം വർഷവും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കാൻ പോകുകയാണല്ലോ. ഇത്തവണ എന്തായാലും നമ്മുടെ ഒഡീഷ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി വന്നിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു മാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈകുന്നേരം ഒഡീഷ എഫ് സി നേരിടുകയാണല്ലോ. ഇതിൽ പ്രധാനമായി നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് ഒഡീഷ എഫ് സിയുടെ ഹോം മാച്ച് ആണ്. അതുപോലെ മറ്റൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം റെക്കോർഡാണ് ഒഡീഷ എഫ് സി ആയിട്ട് കാത്തു സൂക്ഷിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, അവസാനത്തെ 5 മത്സരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ടീമിനും ഒരു വിജയം മാത്രമാണ് ഉള്ളത്. കൂടാതെ ഒഡീഷ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സീസണിലാകട്ടെ അവരവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത നിരാശ നൽകുന്നത് തന്നെയാണ്. ഇതിന് കാരണം കലിംഗ സ്റ്റേഡിയത്തിൽ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാച്ച് പോലും വിജയിച്ചിട്ടില്ല. ഈ സീസണിലായാലും ഒഡീഷ എഫ് സി ആയിട്ടുള്ള എവേ മാച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 2-1 എന്ന സ്കോർ ലൈനോടെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ദിമിത്രിയോസും അതുപോലെ അഡ്രിയൻ ലൂണയും ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കോച്ച് പറഞ്ഞ പ്രകാരം ദിമിത്രിയോസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആളിപ്പോഴും പൂർണ്ണമായി റെഡിയായിട്ടില്ല. താരത്തിന് ഇന്നലെയും അതുപോലെ ഇന്നുമായിട്ട് ട്രെയിനിങ് ഇറക്കിയിട്ട് താരത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് വിലയിരുത്തും. താരം 100% റെഡിയായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമായിരിക്കും കളത്തിൽ ഇറക്കുകയെന്നാണ് കോച്ച് ഇന്നലെ പറഞ്ഞത്. കൂടാതെ പ്രബീർ ദാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതിനാൽ താരം തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നും കോച്ച് പറയുകയുണ്ടായി. അതുപോലെ ലൂണയുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ താരം മിക്കവാറും കളിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന സ്ഥിതിക്ക് താരത്തിന് 90 മിനിറ്റ്സും കളിക്കാൻ സാധിക്കില്ല എന്നാണ് കോച്ച് പറയുന്നത്. മിക്കവാറും ഒരു ചെറിയ പ്ലേയിങ് ടൈം ആയിരിക്കും താരത്തിന് ലഭിക്കുക എന്നും കോച്ച് പറയുകയുണ്ടായി. എന്തായാലും ലൂണയുടെ ദിമിത്രോസിന്റെ കാര്യം മിക്കവാറും കോച്ചിന്റെ ഒരു ടാക്ടിക്സ് ആവാനാണ് സാധ്യത. എതിരാളികളെ കൺഫ്യൂസ് ആക്കാനായിരിക്കും കോച്ച് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും പൂർണ്ണ ശക്തിയോടെ ഈ രണ്ട് താരങ്ങളും ഇന്ന് കളത്തിൽ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ കോച്ച് ഒഡീഷ എഫ് സിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒഡീഷ എഫ് സി ISL തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. കൂടാതെ ഈ സീസണിലാകട്ടെ അവർക്ക് നല്ല കൺസിസ്റ്റന്റ് ആയി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒഡീഷ എഫ് സിക്കാകട്ടെ എല്ലാ ഫോറിൻ താരങ്ങളും അവൈലബിൾ ആണെന്നും കോച്ച് പറയുകയുണ്ടായി. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് അതിശക്തരായ ഒരു ഒപ്പോണന്റ് തന്നെയാണ് ഒഡീഷ എഫ് സി. ഇനി അവസാനമായി ദിമിത്രിയോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടെ സൂചിപ്പിക്കുകയാണ്. ദിമിത്രിയോസ് ആകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കരാറിൽ ഹാപ്പി അല്ലെന്നാണ് ഇപ്പോൾ നിലവിൽ സോഹൻ ബോഡാർ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ അടുത്ത സീസണിലാകട്ടെ താരം ക്ലബ് വിടാനാണ് സാധ്യത എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇത് എത്രത്തോളം ശരിയാണെന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അതേസമയം താരത്തിനാകട്ടെ ഗോവയിൽ നിന്ന് ഓഫർ ഉണ്ട്. താരം ഗോവയിലേക്ക് പോകാൻ പോകുകയെന്നും റൂമറുകൾ പരക്കുന്നുണ്ട്. എന്തായാലും ഒരു കൺഫർമേഷൻ മിക്കവാറും സീസൺ കഴിയുന്നതോടെ വന്നേക്കാം. അപ്പൊ ഗൈസ്, എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് അതോ ഒഡീഷ എഫ് സി ആര് ജയിക്കുമെന്ന് നിങ്ങളുടെ പ്രിഡിക്ഷൻസ് എല്ലാം കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ മത്സരങ്ങളുടെ ലൈവ് ലിങ്ക് ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, തുടക്കം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റോഡ് ടു 70K സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.